അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാനെന്ന് പറയാൻ പോണത് ഇൻട്രസ്റ്റെല്ലാറാണ്. അപ്പോൾ ഇൻട്രസ്റ്റെല്ലാറിനെ കുറിച്ച് റിവ്യൂ പറയാനായിട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണ് നമ്മുടെ ഇൻട്രസ്റ്റെല്ലാറിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഒരു 10 വർഷമായി എൻ്റെ പടം ഇറങ്ങിയിട്ട് 2015 ഇറങ്ങിയതാണ്. അപ്പോൾ 10 വർഷമായി പടം ഇറങ്ങിയിട്ട്. പിന്നെ പടം ഇറങ്ങിയെങ്കിൽ 10 വർഷമായെങ്കിലും ഇപ്പോഴും ഈ പടത്തിനെ കുറിച്ചിട്ട് പല സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റസ് ആയാലും പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പലർക്കും ഇഷ്ടപ്പെട്ടതാണ്. പലരും ഇപ്പോഴും ഇനി എപ്പോഴും ഉപയോഗിക്കാൻ പോണ ഒരു ഒന്നാണ്. അപ്പോൾ റിലീസിന് വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തിയേറ്ററിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പടങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും അതിനോട് ഒരു താല്പര്യം കാണിക്കുമ്പോൾ ചില പടങ്ങളൊക്കെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്താണ് 7-ാം തീയതിയാണ് റിലീസ് ചെയ്തത്. 7-ാം തീയതി ബുക്ക് ചെയ്തതാണ്. പക്ഷേ എനിക്കന്ന് കാണാൻ വേണ്ടി പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2ാമത് ബുക്ക് ചെയ്തിട്ട് പോയി കണ്ടതാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം എനിക്ക് ഈ പടം എല്ലാതാണ്. എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അത് വാക്കുകളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ഇൻസ്പയറിങ് ആണ് എനിക്ക്. തുടക്കം തൊട്ട് അവസാനം ഈ സിനിമ മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ പിന്നെ അതേപോലെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറും ഇവർ രണ്ടാളും എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഞാനൊരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് കാണുന്ന ആൾക്കാരാണ് രണ്ടുപേരും. മ്യൂസിക്കിൻ്റെ ഭാഗത്തു നിന്നായാലും എക്സ്പെഷ്യലി ക്രിസ്റ്റഫർ നോളൻ. എൻ്റെ കുറേ ചിന്താഗതികൾക്കും എൻ്റെ കുറേ ഇതിനും ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുത്തിയ ഒരു സിനിമയാണ് ഇൻട്രസ്റ്റെല്ലാർ. ഇൻട്രസ്റ്റെല്ലാർ മാത്രമല്ല, ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ സിനിമയിൽ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ്. ആളുടെ പടങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങനെ പടം ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത്. ഇങ്ങനെയാണ് പടം എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയത്. എനിക്കിഷ്ടപ്പെട്ട ജോണർ ഇതാണ്, സൈഫൈ ആണെന്ന് മനസ്സിലാക്കാനൊക്കെ എന്നെ സഹായിച്ചുള്ളത് ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമകളാണ്. എനിക്ക് ആളുടെ പടം കഴിഞ്ഞിട്ടുള്ളൂ ലോകത്തിലേത് പടം, ലോകത്തിലേത് ഡയറക്ടറും എനിക്ക് ഏറ്റവും കൂടുതലും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹമാണ്. ആളുടെ സിനിമകളാണ്. എന്താണെന്നറിയില്ല, എനിക്കെന്തോ അങ്ങനെയാണ്. അപ്പോൾ അത്രയധികം എക്സൈറ്റ്മെൻറ്റിൽ പോയിട്ട് ഞാൻ കണ്ടതാണ്. ഞാൻ ഐനോക്സിലാണ് കണ്ടത്. ഐമാക്സിലും കൂടി കാണാൻ എത്തിയായിരുന്നു. വിഷ്വലി ഒന്നും പറയണ്ട, പടത്തിൻ്റെ മൊത്തത്തിലൊന്നും പറയണ്ട. പക്ഷേ തിയേറ്ററിൽ കാണാത്തതിൻ്റെ വിഷമം കൊണ്ട് തീർന്ന് കിട്ടി. ഒന്നുകൂടി കാണണമെന്നുണ്ട്. ഹാങ് ഓവറിലാണ് ഞാനിപ്പോഴും. പടം തുടങ്ങി കഴിയണ വരെ എന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ എനിക്കറിയാം വരാൻ പോണ സീനുകളൊക്കെ അറിയാമെന്ന്. ആ വരാൻ പോണ സീനുകൾ ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക തരം ഫീലിലാണ് വരുന്നുണ്ടെന്ന്. എനിക്ക് രോമാഞ്ചജനകീയമായിരുന്നു പടം. രോമാഞ്ചം വന്ന് കണ്ണിൻ്റെ വെള്ളം വന്നിട്ട് കണ്ണിത്തെ വെള്ളം തുടയ്ക്കാൻ എനിക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. അത്രയധികം എക്സൈറ്റ്മെൻറ്റിൽ കണ്ട പടമാണ്. ഈ 2 കൊല്ലത്തെ ഇടയ്ക്ക് ഇപ്പോഴാണ് ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഫുൾ തൃപ്തിയിൽ ഞാൻ തിയേറ്ററിൽ ഇറങ്ങി വരുന്നത്. അതും ഞാൻ പല വട്ടം കണ്ട സിനിമയാണ്. എത്ര വട്ടം കണ്ടിട്ടുണ്ട് മൊബൈലിൽ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ സിനിമ കണ്ടാൽ മടുക്കണില്ല. ഇത് മറ്റുള്ളവർ പറയണ പോലെ 1000 വട്ടം കണ്ടു 10,000 വട്ടം കണ്ടിട്ട് എനിക്ക് മടുക്കാത്ത സിനിമയാണ് അങ്ങനെയെന്നല്ല ഞാൻ പറയണത്. എനിക്കിത് മടുക്കണില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത്ര ഇഷ്ടമാണ് ഈ സിനിമ. എനിക്ക് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ ഇതാണ്. പലർക്കും പലതാവും, പക്ഷെ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയണത്. പിന്നെ എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ മിസ്സായിട്ടുള്ള എല്ലാവർക്കും ഒരു അവസരം വന്നേക്കാണ്. മാക്സിമം നിങ്ങൾ പോയി കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ഐമാക്സ് ഒക്കെ വീടിൻ്റെ അടുത്തുള്ളവർ, തൃശ്ശൂർക്കാർക്ക് പറ്റില്ല, അല്ലാത്തവർ ഐമാക്സ് ഉള്ളവർക്കൊക്കെ പോയി കാണാം. മാക്സിമം ഐനോക്സിൽ കാണാം. ഞാൻ വിചാരിച്ച ആരും ഉണ്ടാവില്ല പടത്തിന്. 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. സാധാരണ മാർവലിലെ പടങ്ങൾക്കാണ് തിരക്ക് ഞാൻ കണ്ടേക്കണത് കേരളത്തിൽ. പിന്നെ അങ്ങനെ ഞാൻ തിരക്ക് വേറെ പടങ്ങൾ ഇംഗ്ലീഷ് സിനിമകൾക്ക് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇതിന് എന്തായാലും തിരക്കുണ്ടാവും. പക്ഷെ ഇത്ര തിരക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതും ഐനോക്സിലൊക്കെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്ര തിരക്ക് വരുമെന്ന്. സാധാരണ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. മൊത്തത്തിലൊരു എന്താ പറയുക, നിങ്ങൾ സൈഫൈ ഇഷ്ടപ്പെടുന്ന ഒരു ധൈര്യമായിട്ട് പോയി കണ്ടോളൂ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും പോയി കാണുന്നറിയും. അതല്ലാണ്ട് ഈ സിനിമ തിയേറ്ററിൽ കാണണം എന്നിങ്ങനെ ശപഥം ചെയ്തിട്ടിരിക്കണൊക്കെ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ മാക്സിമം
അവരോട് പറയാ, പോയി കാണാം. ചിലവരാണ് അറിഞ്ഞിട്ടില്ല റിലീസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പോലുള്ള പ്രാന്തന്മാരാണ് 2-3 മാസം മുമ്പ് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒന്നുകൂടി പോവും, ഉറപ്പില്ല. എനിക്ക് പോകണമെന്നുണ്ട്, അറിയില്ല. എന്തായാലും നിങ്ങൾ പോയി ഒന്ന് കാണും, എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങൾ. ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്, കാണേണ്ട, ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ചിൻ്റെ അപ്പുറത്തേക്ക് വല്ല വാക്കുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന സിനിമയാണ് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പറയാമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിനിമകൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടു. പൊന്മാൻ കണ്ടു, പിന്നെ ഡൊമിനിക് ലേഡീസ് സ്പീഴ്സ്, ഈ 2 പടം കണ്ടു. റിവ്യൂ ചെയ്യാണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടമൊക്കെ ഇറങ്ങി എല്ലാവരും റിവ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് 2 പടം കണ്ടത്. ഞാനിത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുള്ള പടമല്ല, യാദർശികമായിട്ട് കയറിയതാണ് 2 പടത്തിലും. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാം. ഈ 2 പടത്തിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പൊന്മാനാണ് ബെസ്റ്റ്. അങ്ങോട്ടൊരു പടം 1 ആവറേജ് ആണ്, എനിക്കിഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടേക്കരുത്.